ഏത് പ്രവർത്തനാ വേണ്ടത്, ഏത് സ്വഭാവാ വേണ്ടത്, ഏത് ജസാ വേണ്ടത്? എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എല്ലാ പണികളും ചെയ്യുന്ന ആൾക്ക് ഒരുപോലെ അല്ലല്ലോ. കൂലി കിട്ടുന്ന വ്യത്യസ്തല്ലേ? വ്യത്യസ്തമാണ്. നിസ്കാരക്കാരിൽ ഏറ്റവും കൂലി കിട്ടുന്ന ആളുകൾ നമ്മളാകണം എന്ന് ചിന്തിക്കണം. നോമ്പുകാരിൽ ഏറ്റവും കൂലി കിട്ടുന്ന ആള് ഞാനാകണം, ഇഖ്ലാസ് എനിക്ക് അത്രയും വേണം. ഹജ്ജ് ചെയ്യുന്നവരിൽ കൂലി കിട്ടുന്ന ആള് ഞാനാകണം, ഞാൻ അതിനു വേണ്ടിയാകണം ഹജ്ജിന് പോകുന്നത്, തയ്യാറെടുപ്പ് അതിനു വേണ്ടിയാകണം. എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ജസാ നിങ്ങളെ അമല് പോലെ തന്നെ വ്യത്യസ്തമാണ്. അങ്ങനെയുണ്ട് തഫ്സീർ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയല്ല. കാരണം ചെയ്യുന്ന അമലുകളിലെ വ്യത്യാസം പ്രതിഫലങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലത്തെ വ്യത്യാസം, ഒരുപോലത്തെ കൂലിയല്ല കിട്ടുന്നത്. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായി, എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ എന്റെ മകന്റെ സ്ഥാനം എനിക്കൊന്ന് അറിയണം. എന്റെ മകൻ നരകത്തിലാണെങ്കിൽ ഞാൻ കരഞ്ഞ് 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 ജീവിതകാലം മൊത്തം എന്റെ മകന് വേണ്ടി കരഞ്ഞു ദ്വാർക്കേണ്ടി വരും. എന്റെ മകന്റെ ഹാലെന്താണെന്ന് എനിക്കറിയണം. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ മാതാവേ, ഇന്നഹാ ജിനാൻ, സ്വർഗം പല ഉദ്യാനങ്ങളാണ്. വ ഇന്ന ബിനക്കി അസ്വാബൽ ഫിർദൗസൽ അലാ, നിങ്ങളുടെ മകൻ ഫിർദൗസിലെത്തിയിട്ടുണ്ട്. ആ ഉമ്മ സന്തോഷത്തോടെ ചിരിച്ചു പോകുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഒരു മകനെ അല്ലാഹു തന്നിട്ടുള്ളൂ. പക്ഷേ ആ മകൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായപ്പെടും. എന്റെ മനസ്സിനൊരു സമാധാനം വേണമല്ലോ, അതിനു വേണ്ടിയാ ഞാൻ വന്നത്. സഹോദരങ്ങളെ, ഷഹാദത്തിന്റെ മധുരം കിട്ടിയവരൊക്കെ വിജയിക്കുമെന്ന് കരുതരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഷഹീദായിട്ട് ഇങ്ങനെ കടന്നു പടയുമ്പോ എല്ലാരും വന്നിട്ട് സന്തോഷം പറയാണ്, ഹനി അല്ലക ബിശ്ശഹാദ, ഹനി അല്ലക ബിശ്ശഹാദ. സ്വഹാബത്തിന് പുറത്തുള്ള കാഴ്ചപ്പാടല്ലേ അറിയുള്ളൂ. നല്ല നിബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉന്നം പേച്ച് വന്ന അമ്പ് തറച്ചത്. മിദ്അം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ആ അമ്പ് തറച്ചിട്ട് കടന്ന് പടഞ്ഞ് മരിച്ചുപോയി. അപ്പൊ സ്വഹാബത്തൊക്കെ വന്നിട്ട് ഷഹാദത്തിന്റെ മംഗളാശംസ നടത്തുമ്പോ തങ്ങള് പറഞ്ഞു, നിർത്തൂ നിങ്ങൾ ആ പറച്ചില്. നിങ്ങളത് പറഞ്ഞത് നിങ്ങൾക്ക് കാര്യം അറിയില്ലല്ലോ. ഖൈബറിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് ഇദ്ദേഹം എടുത്തു വെച്ച ഒരു പുതപ്പ് ലതഷ്തഇലു അലൈഹി നാറാ, അദ്ദേഹത്തിന്റെ മേൽ തീ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ബാഹ്യാർത്ഥത്തിൽ ആളുകളെ പോയി എന്നല്ലേ മനസ്സിലാവുന്നുള്ളൂ. എല്ലാവരും ഒരുപോലെയല്ല. നിസ്കാരക്കാരിലും വ്യത്യാസമുണ്ട്, നോമ്പുകാരിലും വ്യത്യാസമുണ്ട്, ഹജ്ജുകാരിലും വ്യത്യാസമുണ്ട്. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ അമലുകളൊക്കെ വ്യത്യസ്തമാണ്. ഇഖ്ലാസ് കൊണ്ട് നന്നാക്കണം, ഇഖ്ലാസ് കൊണ്ട് നിയ്യത്ത് കൊണ്ട് നന്നാക്കണം. എല്ലാവരും ഒരേ നിയ്യത്തിൽ ഒരേ ഇഖ്ലാസിലല്ല, പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ഈ ചുരുങ്ങിയ ആയുഷ്കാലത്ത് ചെയ്യുന്ന അമല് അത് വൃഥാവിലാകാൻ പാടില്ല. എനിക്ക് കിട്ടുന്ന ചെറിയൊരു അവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. ഒരൊറ്റ അമലും എനിക്ക് വെറുതാകാൻ പാടില്ല. ചെയ്യുന്നത് ചെറുതാണെങ്കിലും അതിലെനിക്ക് ഇഖ്ലാസ് വേണം. സഹോദരങ്ങളെ, രാവും പകലും അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംവിധാനിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയല്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ രാത്രി ഒന്ന് കൂടാൻ വേണ്ടി കൂട്ടുകാരനായ ത്വാരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു വന്നു. എന്തിനാണ് രാത്രി കൂടാൻ വന്നത് എന്നറിയോ? സൽമാനുൽ ഫാരിസി തങ്ങളെ രാത്രിയിലെ ഇബാദത്തൊന്ന് നോക്കിക്കാണാനാണ്. രാത്രി എത്രയുണ്ട് അധ്വാനം, രാത്രി എത്രയുണ്ട് പരിശ്രമം, ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി വന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? ഫഖാമ യുസല്ലി മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. കുറച്ചു നേരം നിസ്കരിച്ച് ദുആർന്ന് ദിക്ർ ചൊല്ലുമ്പോഴേക്ക് സുബ്ഹിയായി. പിന്നെ സുബ്ഹി നിസ്കരിക്കുന്നു. തീവ്രമായ അധ്വാനങ്ങളും മറ്റൊന്നും കണ്ടില്ല. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത്
ഞാൻ നിങ്ങളെ രാത്രിയിലെ ഇബാദത്തും അതിന്റെ അധ്വാനക്കൊന്ന് കാണാൻ വേണ്ടി നോക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. കൂട്ടുകാരൻ ത്വാരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു അതറിയാൻ വേണ്ടി വന്നതാ. പക്ഷെ അങ്ങനൊന്നും കണ്ടില്ലല്ലോ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം ഹാഫിളു അലാ ഹാദിഹി സ്വലവാത്തിൽ ഖംസ്, 5 നിസ്കാരങ്ങൾ നിങ്ങൾ പതിവാക്കി നിസ്കരിക്കണം. സമയം തെറ്റാതെ അദായി നിസ്കരിക്കണം. ഫഇന്നഹുന്ന കഫാറാത്തുൽ ലിഹാദിഹിൽ ജിറാഹാത്ത്, ചെറുദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ 5 നിസ്കാരങ്ങൾ മതിയായതാണ്. വൻകുറ്റങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോ അവരവരെ കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോകും. അലാ സലാസി മനാസിൽ, ഏത് നാട്ടിലും ജനങ്ങൾ 3 വകുപ്പിലുണ്ടാകുക. നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ 3 വകുപ്പിലുണ്ടാകും ആൾക്കാർ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു 3 വകുപ്പിൽ ആളുകളെ കാണാം. ഒരു കൂട്ടം ആളുകൾ അവർക്ക് രാത്രി പ്രതികൂലമാണ്, അനുകൂലമല്ല. വേറൊരു കൂട്ടം ആളുകൾ അവർക്ക് രാത്രി അനുകൂലമാണ്, പ്രതികൂലമല്ല. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ അവർക്ക് രാത്രി അനുകൂലവുമല്ല, പ്രതികൂലവുമല്ല. അങ്ങനത്തെ 3 വിഭാഗം ആളുകളാണ് മൊത്തത്തിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉള്ളത്. നമുക്കേതാ വേണ്ടത്? ഫറജുലുൻ യഗ്തനമ ദുൽമത്തൽ ലൈലി ഫീ ഗഫലത്തിൻ നാസ്, ജനങ്ങളുടെ അശ്രദ്ധയിൽ രാത്രിയുടെ ഇരുട്ടിനെ മുതലെടുത്ത് സമ്പാദിച്ച ആളുകൾ. രാത്രി ഇരുട്ടിയാലും ആ ഇരുട്ട് കൊണ്ട് ഉപകാരമുണ്ടാകണം. അന്തിപ്പാതിര നേരമായാലും താൻ ചെയ്യുന്ന കർമ്മം നന്നാകണം. നല്ല നീയത്തോടെ ദീനിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടിയുള്ളതാകണം എന്ന് പൂതി വെച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ആളുകൾ, അവര് രാത്രി അനുകൂലമാകുന്ന ആളുകൾ, പ്രതികൂലമാകുന്ന ആളുകൾ ഒക്കെയുണ്ട്. ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോ കുറ്റകൃത്യങ്ങളിലേക്ക് പായുന്ന ആളുകളില്ലേ, അവര് രാത്രി പ്രതികൂലമായ അവസ്ഥയിലാണ്. സംസ്കാരം കഴിഞ്ഞു, വീട് വിട്ട് പുറത്തിറങ്ങി, അവന്റെ താല്പര്യങ്ങളൊക്കെ നടക്കാണ്. കുടിക്കാനുള്ളത്, പിടിക്കാനുള്ളത്, അവന്റെ അനാവശ്യത്തിനുള്ളത്, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലേ. രാത്രിയുടെ ഇരുട്ടിൽ അവന്റെ പണിയതാണ്. ആളുകളൊക്കെ ഉറക്കിലേക്ക് പോകുമ്പോ അവന്റെ രാത്രി പ്രതികൂലമാണ്. രണ്ടാമത്തെ ടീം രാത്രി അനുകൂലമായി വരുന്നവര് ഇരുട്ട് മുതലാക്കി, ജനങ്ങളുടെ അശ്രദ്ധയും മുതലാക്കി ഫഖാമ യുസല്ലി, രാത്രി അവൻ നിസ്കരിക്കുന്നു. ജനങ്ങൾ ഉറങ്ങുമ്പോ ഇവനും ഉറങ്ങി, മുഴുവനും ഉറങ്ങി തീർത്തില്ല. ആളുകളൊക്കെ ഉറങ്ങുമ്പോ ഇവൻ എഴുന്നേറ്റു, കുറച്ചെങ്കിലും അവൻ നിസ്കരിച്ചു. അവന്റെ ആരോഗ്യം പോലെ ചിലര് കൂടുതൽ നിസ്കരിക്കുന്നവരുണ്ട്, ചിലര് മണിക്കൂർ കണക്കിന് നിസ്കരിക്കുന്നവരുണ്ട്. ഏതായാലും മുഴുവനായും ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആള് രാത്രി അനുകൂലമാണ്, അവന് രാത്രി പ്രതികൂലമല്ല. അവന്റെ രാത്രി അവന് സന്തോഷമാണ്. ചിലര് രാത്രി ഖുർആൻ ഓതും. കുറെ എല്ലാരും ഉറങ്ങുമ്പോ കുറച്ചേരം കൂടി ഖുർആൻ ഓതട്ടെ എന്ന് എഴുതിയിട്ട് കുറച്ചേരം കൂടി ഖുർആൻ ഓതും, കുറച്ചേരം കൂടി ദിക്റല്ലട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിക്റില്ലത് അങ്ങനെയാണല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് മഹാനവറുകൾ കയ്യിലുള്ള ആ മാല അങ്ങനെ മറിക്കും. ചെറിയ മാലല്ല, 1000 മണിയുടെ മാല. നമ്മൾ ആരെങ്കിലും ഒരു ദിക്റാൽക്കൊക്കെ ആ മാലയാണ് മുന്നോട്ട് വെച്ചെങ്കിൽ നമ്മൾ പറയും, എനിക്കൊരു ചെറിയ അർജന്റ് ഉണ്ട്, കഴിഞ്ഞിട്ട് വരാന്ന് പറയും. അപ്പോഴേക്ക് ഈ മാല ഏകദേശം മറിച്ച് തീരുമല്ലോ. 1000 മണിയുള്ള മാലയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇശാ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് വരും. ഈ മാല എങ്ങനെ മറിക്കും? സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു 12 തവണ മറിച്ചതിന് ശേഷമേ ഉറങ്ങുള്ളൂ. അപ്പൊ 12000 ദിക്ർ. നമ്മളൊരു 50എങ്കിലും, ഒരു ഹദ്ദാദിന്റെ 50എങ്കിലും പതിവാക്കണ്ടേ, അല്ലെങ്കിൽ ഒരു 100എങ്കിലും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരങ്ങനെ 12000 ഒക്കെ തീർക്കുമ്പോ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ ആകണ്ടേ, ഒന്ന് കാണാനെങ്കിലും, അടുത്തെത്താനാലെങ്കിലും ഒന്ന് കാണെങ്കിലും വേണ്ടേ. അതിന് കുറച്ചെങ്കിലൊക്കെ അധ്വാനം വേണം. മുതലാക്കുന്ന രാത്രി സമ്പാദിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് നിസ്കരിക്കാൻ പോകുന്ന സ്വഹാബിയായിരുന്നു സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു. പക്ഷെ മഹാനവറുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. രാത്രി എത്ര ഉറക്കൊഴിച്ചാലും രാവിലെ നോക്കിയാൽ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഉണ്ടാവും മുഖം. അങ്ങനെയാണ് മഹാനവറുകളുടെ മുഖത്ത് നോക്കിയാൽ. എത്ര രാത്രി, നമ്മൾ രാത്രി ഉറക്കൊഴിച്ചാൽ രാവിലെ കണ്ടാൽ എന്താ മുഖത്ത് ഇങ്ങനെ ആൾക്കാർ പറയില്ലേ, ഇന്നലെ ഉറങ്ങിയില്ലതിന്, ഇന്നലെ ഹോസ്പിറ്റലിലേന്നു ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇന്നലെ മരണ വീട്ടിലേന്നു ഉറങ്ങാൻ കഴിഞ്ഞില്ല, കല്യാണ വീട്ടിലെ ഉറക്കൊഴിച്ചതിന്റെ അടയാളം. മഹാനവറുകൾ എത്ര രാത്രി ഉറക്കൊഴിച്ചാലും രാവിലെ ഇങ്ങനെ എണീറ്റ് വന്ന കിടക്കപ്പായെന്ന് ഉറക്കൊക്കെ റെഡിയാക്കി നല്ല ആവേശത്തോടെ വന്ന പോലെ ഉണ്ടാവും. അങ്ങനെ മഹാനവറുകളുടെ നിസ്കാരത്തിന്റെ ഈ
ഈ ഭംഗി ഇങ്ങനെ കേട്ടിട്ട് യാത്ര പോകുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി കൂടി പിന്നാലെ പോയി യാത്രയിൽ സംഘമായിട്ട് രാത്രി നിസ്കാരം നോക്കാൻ വേണ്ടിയിട്ട്, രാത്രി നിസ്കാരം ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ പോകുന്ന പോക്കില് മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പൊ ഈ ഇബാദത്ത് നോക്കാൻ വേണ്ടി പോയ സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്നു. അപ്പുറത്തൊരു കുറ്റിക്കാടുണ്ട്, ആ കുറ്റിക്കാട്ടിലേക്ക് മഹാനവറുകൾ ഇപ്പൊ എഴുന്നേറ്റ് പോകും എന്ന് അത് നോക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അതാ പോണ് സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അതാ പോകുന്നു. മഹാനവറുകൾ നിസ്കാരം തുടങ്ങിയപ്പോ നോക്കാൻ വേണ്ടി പോയ കൂട്ടുകാരൻ പിന്നാലെ പോയി ഒരു മരത്തിന്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. എന്താ നിസ്കാരം! സുബ്ഹാനല്ലാഹ്. നിസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഒരു സിംഹം വന്നു. നോക്കാൻ വേണ്ടി പോയ കൂട്ടുകാരനായ സ്വാമി പഠിച്ചോനെ, ഞാൻ ആകെ പേടിച്ചു. മരത്തിന്റെ ചില്ലയില് പിടിച്ച് മുറുക്കി റെഡിയാക്കി അവിടെ ഇരുന്നു. സിംഹം നേരെ വന്നു സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. റുക്കൂയിൽ പോകുമ്പോഴും സുജൂദിൽ പോകുമ്പോഴൊക്കെ സിംഹം ഇങ്ങനെ മണം പിടിക്കുന്നു. സലാം വീട്ടിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നിന്റെ അന്നമല്ല, നിനക്കുള്ള ഭക്ഷണമല്ല, നിന്റെ റിസ്ക് വേറെ സ്ഥലത്ത് പോയി അന്വേഷിക്കണം, പോ. സിംഹത്തോട് വർത്തമാനം പറഞ്ഞപ്പോ സിംഹം അങ്ങോട്ട് തിരിച്ചുപോയി. കാത്തു നിൽക്കുന്ന സ്വഹാബി പറയുന്നു, വല്ലാത്ത നിസ്കാരമാണ്. സുബ്ഹിന്റെ സമയമാകുന്നതിന്റെ തൊട്ടു മുമ്പ് സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞ ശേഷം കുറ്റിക്കാടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ ടെന്റിലേക്ക് മടങ്ങി. ഞാനും പിന്നാലെ പോയി. സുബ്ഹി നിസ്കാരത്തിന് മഹാനവറുകൾ വന്നു. സുബ്ഹിന്റെ ശേഷം ഞങ്ങളോടൊപ്പം യാത്ര തുടർന്നു. ഒരു ക്ഷീണവും മുഖത്ത് കാണാനില്ല. മെത്തയിൽ നിന്ന് കിടന്നുറങ്ങിയ ആള് എഴുന്നേറ്റ് വരുന്ന അതേ പ്രതീതിയാണ്. മുഖത്ത് വല്ലാത്ത തെളിച്ചമാണ്. അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇമാമിങ്ങൾക്കൊക്കെ ഉണ്ടത് ഇബാദത്തിനുള്ള ഒരു തൗഫീഖും ഒരു സൗന്ദര്യമാണ്. സഹോദരങ്ങളെ, കുറച്ചെങ്കിലും അവരുടെ പിന്നാലെ രാത്രിയുള്ള സമ്പാദ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗമാണ് അനുകൂലികൾ. രാത്രി മുതലാക്കുന്ന ആളുകൾ നന്മയിലായിട്ട് നമ്മുടെ സദസ്സ് അല്ലാഹു അത്തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം അനുകൂലവുമല്ല പ്രതികൂലവുമല്ല. ഫറജുലുൻ സ്വല്ലാ, ഇശാ നിസ്കരിച്ച് സുമ്മനാമ, പിന്നെ അങ്ങോട്ട് ഉറങ്ങിയൊരു ഉറക്കം, സുബഹി വരെ ഉറങ്ങി. രാത്രി അനുകൂലവും അല്ല പ്രതികൂലവും അല്ല, ഉറക്കന്നെ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങി, സുബഹിയാൻ കൊടുക്കണവരെ ഉറങ്ങി. അവന് രാത്രി അനുകൂലൊന്നും പറയാൻ പറ്റൂല, പ്രതികൂലൊന്നും പറയാൻ പറ്റൂല. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു, വഇയ്യാക വൽ ഹഖ, നീ കാർക്കശ്യം പുലർത്തുന്നത് ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ കുറെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധവും വാശിയും പിടിച്ച് നീ ഇടങ്ങേറാക്കരുത്. വഅലൈക ബിൽ ഖസ്ദി വദ്ദവാം, മിതത്വം സ്വീകരിക്കണം. പതിവായി ചെയ്യുന്ന അമല് അങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ സഹോദരങ്ങളെ, രാവും പകലും ആണിനെയും പെണ്ണിനെയും പടച്ച റബ്ബിനെയൊക്കെ സത്യം ചെയ്ത് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച വിഷയം മറക്കരുത്. ഇന്ന സഅയകും ലശത്താ, വ്യത്യസ്ത കർമ്മങ്ങളാണ്. എല്ലാ കർമ്മങ്ങളെ കൊണ്ടും എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തൂല. സ്വർഗത്തിലേക്ക് എത്തുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ റിള കാംക്ഷിക്കുന്ന വിധത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ലവരായി തീരണം. നല്ല സ്വഭാവത്തിന്റെ വക്താക്കളാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.